മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ 7ാമത്തെ എഡിഷന് മറ്റന്നാൾ കനകക്കുന്നിൽ കൊടിയേറും. വൈവിധ്യമാർന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന വേദിയായി മാതൃഭൂമി അക്ഷരോത്സവം മാറിയെന്ന് ക്യൂറേറ്ററും മുൻ ചീഫ് സെക്രട്ടറിയുമായ വി വേണു പറഞ്ഞു. ഫെബ്രുവരി 1 തീരുന്ന അക്ഷരോത്സവത്തിൽ ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നായി 700-ലധികം പ്രതിഭകൾ പങ്കെടുക്കും. 3 ദിവസം വ്യത്യസ്ത കലാസന്ധ്യകൾ അരങ്ങേറും. 12 വേദികളിലായിട്ടാണ് ഈ സെഷനുകൾ നടക്കുക. അക്ഷരോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും നിശാഗന്ധിയിൽ കലാസന്ധ്യകൾ അരങ്ങേറും. ജനുവരി 30-ന് യെസ് ലൈവ്, 31-ന് തകര, ഫെബ്രുവരി 1-ന് ശംഖ ട്രൈബ് എന്നിവരാണ് കലാസന്ധ്യ അവതരിപ്പിക്കുന്നത്. മലയാളത്തിന്റെ അഭിമാനമായ നടൻ മോഹൻലാലാണ് അക്ഷരോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എം.എ. യൂസഫ് അലി മുഖ്യാതിഥിയാകും. പ്രശസ്ത എഴുത്തുകാരി കെ.ആർ. മീര, സ്വിസ് എഴുത്തുകാരനായ യോനാസ് ലൂഷർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30-ന് അക്ഷരോത്സവ നഗരിയിൽ ഗാന്ധി സ്മൃതിയിൽ പ്രത്യേക സെഷനുകൾ നടക്കും. ഇതിന്റെ ഈ പ്രമേയങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വൈവിധ്യമാർന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഉത്സവമായി മാതൃഭൂമി മാറിയിട്ടുണ്ട്. അതിനായി ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രഗത്ഭരും ഏറ്റവും രസകരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരുമായ ഒരു വലിയ സെലക്ഷൻ തന്നെ നമ്മളിവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മുൻ എഡിഷൻസിൽ നിന്നും ഏറെ വ്യത്യസ്തതകൾ പാലിച്ചുകൊണ്ട് തന്നെ എന്നാൽ മാതൃഭൂമിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലവാരം അതുപോലെ കാത്തുസൂക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് വളരെ എന്റർടൈനിങ് ആയ എഡ്യൂക്കേഷണലായ ഒരു അനുഭവം പ്രേക്ഷകർക്ക് ലഭിക്കുന്ന രീതിയിൽ എല്ലാ സജ്ജീകരണവും പൂർത്തിയായി എന്ന് പറയാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്.